നമ്മൾ ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ 1-ലെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സാമിന് ചോദിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. സിംപ്ലിഫൈ ബൈ റാഷണലൈസിങ് ദ ഡിനോമിനേറ്റർ. അപ്പം ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ ഡിനോമിനേറ്റർ റാഷണലൈസ് ചെയ്തിട്ട് ഇതിനെ സിംപ്ലിഫൈ ചെയ്യാനാണ് നമ്മളോട് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ നമുക്ക് ഇങ്ങോട്ടൊന്ന് എടുത്തെഴുതാം. 4√3 plus 5√2 divided by √48 plus √18. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നമ്മുടെ ഡിനോമിനേറ്റർ ഒന്ന് നോക്കിയേ. √48ഉം √18ഉമാണ്. ഇതിനെ നമുക്ക് ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്ത് എഴുതാനായിട്ട് സാധിക്കും. അങ്ങനെ എഴുതി ഈ ന്യൂമറേറ്ററിന്റെ ഈ ഒരു ഫോമിൽ നമ്മൾ ഇതിനെ ആക്കി എഴുതണം കേട്ടോ. ഈ 48നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 48നെ നമുക്ക് വീണ്ടും സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ 48നെ നിങ്ങൾക്ക് ഡയറക്റ്റ് ചെയ്യാൻ അറിയില്ലെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കുക. 48 എന്ന് പറയുന്നത് 16 × 3 ആണ്. അപ്പോൾ √16 എന്ന് പറയുന്നത് എന്താ? √16 എന്ന് പറയുന്നത് 4 ആണ് അല്ലേ? അപ്പോൾ √48നെ നമുക്ക് √16 × 3, 48നെ ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് 16 × 3, അതായത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ വരുന്ന നമ്പറും അതിന്റെ അതിനെ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന രീതി ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ √16 എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് 4√3 എന്ന് എഴുതാം. √48നെ നമുക്ക് 4√3 എന്ന് എഴുതാം. ഇനി √18നെയോ 9 × 2 ആണ്. എന്ത്? 18. അപ്പോൾ √9 എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് 3√2 എന്ന് എഴുതാം. അപ്പോൾ ഇതിനെ നമുക്ക് ഒന്നുകൂടെ ഇങ്ങോട്ട് മാറ്റി എഴുതാം. 4√3 plus 5√2 divided by 48നെ ഞാൻ 4√3 plus 3√2 എന്ന് എഴുതുന്നു. ഇനി വേണം നമ്മൾ ഇതിനെ എന്ത് ചെയ്യാൻ? ഡിനോമിനേറ്ററിനെ റാഷണലൈസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഡിനോമിനേറ്ററിനെ ഇനി റാഷണലൈസ് ചെയ്യുന്ന ഫാക്ടർ ഏതാണ്? ഡിനോമിനേറ്ററിനെ റാഷണലൈസ് ചെയ്യുന്ന ഫാക്ടർ ഡിനോമിനേറ്ററിന്റെ ഇവിടെ ഏത് സൈൻ ആണോ അതിന്റെ ഓപ്പോസിറ്റ് സൈൻ കൊടുത്തിട്ടായിരിക്കും നമ്മൾ ഇതിനെ റാഷണലൈസ് ചെയ്യുക. ഇപ്പൊ എന്ത് വരും? ഇൻറ്റു ഇവിടെ നമ്മൾ 4√3 minus 3√2 ഡിവൈഡഡ് ബൈ 4√3 minus 3√2. ഇവിടെ പ്ലസ് ആയിരുന്നു. അപ്പൊ നമ്മൾ മൈനസ് സൈൻ കൊടുത്ത് ഇതിന്റെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇസ് ഈക്വൽ ടു, ഇനി നമുക്ക് എന്ത് ചെയ്യണം? 4√3 കൊണ്ട് ഈ ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യണം. 5√2 കൊണ്ടും ഈ ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഡൗട്ട് വരാതിരിക്കാൻ വേണമെങ്കിൽ ഇങ്ങനെ ഒരു ബ്രാക്കറ്റ് ഇട്ടോ കേട്ടോ. അപ്പോൾ 4√3 × 4√3 എന്ത് വരും? 4 4s are 16. 16 × 3. 16 × 3 is 48. ഇനി അടുത്ത 4√3 × -3√2. അപ്പോൾ സൈൻ എന്ത് വരും? നെഗറ്റീവ് വരും. 4 × 3 12. √3 × √2 is √6. അപ്പോൾ 12√6 എന്ന് വന്നു. ഇനി അടുത്ത എന്താ? 5√2 കൊണ്ട് 4√3 മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ സൈൻ ഈസ് പോസിറ്റീവ്. 5 4s are 20. 20 √2 √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ √6. ഇനി 5√2 -3√2. അപ്പോൾ സൈൻ ഈസ് നെഗറ്റീവ്. 5 3s are 15. √2 √2 കൂടെ 2 ആവും. 15 × 2 30 ഡിവൈഡഡ് ബൈ, ഇതാ ഇവിടെ നോക്കിയേ, ഡിനോമിനേറ്ററിൽ എന്താണ്? 4√3 4√3 3√2 3√2. അപ്പോൾ ഇത് ഏത് ഫോമിൽ എഴുതാം? a + b × a - bയുടെ ഫോമിൽ നമുക്ക് ഡിനോമിനേറ്ററിനെ എഴുതാം. കണ്ടല്ലോ, ഇവിടെ a വരും, ഇവിടെ b വരും. രണ്ടും സെയിം ടേംസ് ആണ്. അതുകൊണ്ട് a + b × a - b. a + b × a - b എന്താണ്? a² - b². അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? a എന്ന് പറയുന്നത് ഇവിടെ 4√3 ആണ്. അപ്പൊ 4√3² മൈനസ് b എന്ന് പറയുന്നത് 3√2 ആണ്. അപ്പൊ 3√2² is equal to 48 minus 30 എന്ത് വരും? 18. ഇവിടെ -12√6ഉം +20√6ഉം, ഒന്ന് മൈനസ് ഒന്ന് പ്ലസുമാണ്. അപ്പൊ സബ്ട്രാക്ട് ചെയ്തിട്ട് ബിഗിന്റെ സൈൻ കൊടുക്കുന്നു. ദാറ്റ് ഈസ് പോസിറ്റീവ്. 20 - 12 is 8. 8√6.
6. അപ്പം നമുക്കിവിടെ ഇങ്ങനെ ചെയ്യാൻ സാധിച്ചത് റൂട്ടിനകത്തുള്ള നമ്പർ സെയിം ആയതുകൊണ്ടാണ് കേട്ടോ. റൂട്ട് 6 ആണ് രണ്ടിടത്തും. ഒന്ന് റൂട്ട് 6 ഒന്ന് റൂട്ട് 5 ആണെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാനോ സബ്ട്രാക്ട് ചെയ്യാനോ സാധിക്കില്ല. റൂട്ടിനകത്തുള്ള നമ്പർ സെയിം ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ എഴുതാനായിട്ട് സാധിക്കത്തുള്ളൂ കേട്ടോ. ഡിവൈഡഡ് ബൈ, ഇനി ഇതെന്ത് വരും? 4 റൂട്ട് 3 സ്ക്വയർ. 4 റൂട്ട് 3 ദ ഹോൾ സ്ക്വയർ എന്ത് വരും? 4നെ നമ്മൾ സ്ക്വയർ ചെയ്യണം, റൂട്ട് 3യെയും സ്ക്വയർ ചെയ്യണം. 4നെ സ്ക്വയർ ചെയ്താൽ 16, റൂട്ട് 3യെ സ്ക്വയർ ചെയ്താൽ റൂട്ട് 3 ഇൻറ്റു റൂട്ട് 3 is 3. 16 ഇൻറ്റു 3 is 48. അപ്പോൾ ഇവിടെ നമുക്ക് 48 എന്ന് കിട്ടി. മൈനസ് ഇതെന്ത് വരും? 3 3s are 9, റൂട്ട് 2ന്റെ സ്ക്വയർ 2. 9 ഇൻറ്റു 2 18 is equal to 18 plus 8 root 6 divided by 48 minus 18 is 30. ഇതിനെ നമുക്ക് വീണ്ടും ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യാൻ സാധിക്കും. ഈ 18ൽ നിന്നും 8ൽ നിന്നും എന്ത് കോമൺ എടുക്കാം? നമുക്ക് 2 കോമൺ എടുക്കാം. 2 കോമൺ എടുത്താൽ ബാക്കി 9. 18ൽ നിന്ന് 2 എടുത്താൽ ബാക്കി 9 പ്ലസ് 18ൽ നിന്ന് 2 എടുത്താൽ ബാക്കി 4 റൂട്ട് 6 ബൈ 30. ഇവിടെ നിന്ന് നമുക്ക് 2ഉം 30യും കൂടെ കട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ 15 എന്ന് വരും. is equal to 9 പ്ലസ് 4 റൂട്ട് 6 ബൈ 15 എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ ഡിനോമിനേറ്ററിനെ റാഷണലൈസ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 9 പ്ലസ് 4 റൂട്ട് 6 ബൈ 15 എന്ന് കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ ഡിനോമിനേറ്റർ നിങ്ങൾ ചെക്ക് ചെയ്യുക. ഡിനോമിനേറ്റർ നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് എങ്കിൽ അതിനെ നിങ്ങൾ ഈ ഒരു ഫോമിലേക്ക് ആക്കി മാറ്റിയതിന് ശേഷം റാഷണലൈസ് ചെയ്യുക കേട്ടോ. അപ്പോൾ സൈൻ തെറ്റി പോകാതെ നിങ്ങൾ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം. സൈൻ എവിടെയെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ബാക്കി ചെയ്യുന്നത് മൊത്തം തെറ്റിപ്പോകും കേട്ടോ. അപ്പോൾ പ്ലസും മൈനസും ഒക്കെ നോക്കി ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം.